ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി UNOയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് റീസ്ട്രക്ചറിങ് ഓർ ഡീസെൻട്രലൈസേഷൻ ഓർ ഡെമോക്രാറ്റൈസേഷൻ ഓഫ് UN സെക്യൂരിറ്റി കൗൺസിൽ ആണ് അല്ലേ. അപ്പം ഇതൊരു ഒരു ഒരു അപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഡെമോക്രാറ്റൈസേഷൻ പ്രോസസ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ അത് എന്താണ് അതിൻ്റെ പ്രശ്നം? UN സെക്യൂരിറ്റി കൗൺസിൽ ഇപ്പം ഡെമോക്രാറ്റിക് സിസ്റ്റം ആണോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും UN നിലവിൽ എന്താണ്, UN സെക്യൂരിറ്റി കൗൺസിൽ എന്തല്ല ഒരു ഡെമോക്രാറ്റിക് മോഡലിലല്ല വർക്ക് ചെയ്യുന്നത്. കാരണം പ്രത്യേകിച്ച് അതിലുള്ള വീറ്റോ പവർ, അതിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം, പിന്നെ കാലങ്ങളായിട്ട് തുടങ്ങിയ അന്ന് മുതലേ ഉള്ള ആളുകൾ തന്നെയാണ് അതിനകത്ത് ആ വീറ്റോ പവർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പെർമനൻ്റ് മെമ്പർമാർ. അതിലൊന്നും ചേഞ്ച് ഇല്ല. അപ്പം അങ്ങനെ ചേഞ്ച് ഇല്ലാത്തടത്തോളം കാലം എന്താണ്, അല്ലെങ്കിൽ അതിനൊരു ഒരു റെപ്രസെൻറ്റേഷൻ ഒന്നുമില്ല മൊത്തത്തിൽ, അല്ലെങ്കിൽ ഇത്ര വർഷം ഇന്നാൾക്ക് അങ്ങനെ കണ്ടല്ലോ, അതൊന്നും ഇല്ലാത്തൊരു സംവിധാനമാണ് ഈ സെക്യൂരിറ്റി കൗൺസിൽ. അതിൽ മാറി മറിഞ്ഞ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നോൺ പെർമനൻ്റ് മെമ്പേഴ്സ് എന്ത് ചെയ്യും, മാറി മറിഞ്ഞ് വരും എന്നല്ലാതെ ബാക്കിയൊക്കെ ഇപ്പോഴുള്ള ആ ഒരു സ്റ്റാഗറൻ്റ് മോഡൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇറ്റ് ഈസ് എ നീഡ് ഓഫ് ദി പ്രസൻറ്റ് ഇറ. എന്ത് റീസ്ട്രക്ചറിങ്, ഡീസെൻട്രലൈസേഷൻ ഒരു ഡെമോക്രാറ്റൈസേഷൻ ഓഫ് UN സെക്യൂരിറ്റി കൗൺസിൽ ഈസ് എ നീഡ് ഓഫ് ദി പ്രസൻറ്റ് ഇറ. ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു കാലഘട്ടത്തിൽ, ഒരുപാട് രാജ്യങ്ങൾ ഡെവലപ്ഡ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ, പുതിയ രാജ്യങ്ങൾ, ഇന്ത്യയെ പോലുള്ള വലിയ ബൃഹത്തായ ജനാധിപത്യമുള്ള രാജ്യങ്ങൾ അല്ലേ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഒരു ഒരു അതിലൊരു മാറ്റം, അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുത്തേണ്ട ആവശ്യകത അത്യാവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, democratization is important because without democracy a world organization like the UN will not be effective അല്ലേ. അപ്പം ജനാധിപത്യവൽക്കരണം എന്താണ് അതിപ്രധാനമാണ്. കാരണം UN എന്ന് പറയുന്നത് വലിയൊരു ഒരു അന്തർദേശീയ ഓർഗനൈസേഷനാണ്. അത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷനകത്ത് ഒരു ജനാധിപത്യം, അല്ലെങ്കിൽ ഒരു സുതാര്യത ഇല്ലായ്മ എന്താണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ്, അതിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും. അതൊരു എഫക്റ്റീവ് അല്ലാത്ത ഒരു ഓർഗനൈസേഷനായിട്ട് മാറും അല്ലേ. പലപ്പോഴും UN നമ്മൾ കേൾക്കാറുണ്ട്, UN അമേരിക്കയുടെ കയ്യിലെ ഒരു ചട്ടകമാണ് അല്ലേ. അമേരിക്കക്ക് അതിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഒരു സിസ്റ്റമാണ്, ഒരു സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനാണ് UNO എന്ന് പലപ്പോഴും വിമർശനങ്ങൾ ചെയ്യാറുണ്ട്, ഉയർന്നു വരാറുണ്ട്. കാരണം അമേരിക്കയ്ക്കാണ് അതിനകത്ത് കൂടുതൽ ഫണ്ട് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫണ്ട് ആരാണോ കൊടുക്കുന്നത് അവരുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു സിസ്റ്റം. The failure of the Security Council so far in dealing with the various challenges to global security was the result of its being സ്റ്റിൽ അൺഡെമോക്രാറ്റിക്. അപ്പം ലോകത്തിൻ്റെ പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിൽ, അല്ലെങ്കിൽ അത് ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ സെക്യൂരിറ്റി സെക്യൂരിറ്റി കൗൺസിൽ പലപ്പോഴും ഫെയിലിയർ ആവാറുണ്ട്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അത് അൺഡെമോക്രാറ്റിക് ആയിട്ടാണ്. അതായത് ഡെമോക്രാറ്റിക് അല്ല, അത് സുതാര്യമല്ല അല്ലേ. കുറച്ച് ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ബൃഹത്തായ താല്പര്യം അതിനകത്തേക്ക് കടന്നു വരാത്തത് കൊണ്ട് പലപ്പോഴും എന്താണ്, അന്തർദേശീയ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കാൻ അതിന് കഴിയാറില്ല. പക്ഷെ അത് പരാജയപ്പെടലാണ്. ഒരു 193 രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു രാജ്യത്തിന് താല്പര്യമില്ലാതാവുമ്പോൾ അവിടെ എന്ത് ചെയ്യാണ്, ആ രാജ്യത്തിൻ്റെ പറയപ്പെടുന്ന 193 രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ എന്ത് ചെയ്യാണ്, അവിടെ ഹനിക്കപ്പെടുകയാണ്. അത്തരത്തിൽ എന്താണ് പല പ്രശ്നങ്ങളും, ലോകത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയാതെ വരാനുള്ള കാരണം ഇത് അൺഡെമോക്രാറ്റിക് ആയിട്ടാണ്. അത് റീസ്ട്രക്ചർ ചെയ്യാനിട്ടാണ്, അത് ഡീസെൻട്രലൈസേഷൻ ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഏതെല്ലാം മേഖലയിലാണ് ഈ ഡീസെൻട്രലൈസേഷനും ഡെമോക്രാറ്റൈസേഷനും അതുപോലെ റീസ്ട്രക്ചറിങ് കൊണ്ടുവരേണ്ടതുള്ളതിൻ്റെ ഒരു 5 പോയിന്റ്സ് താഴെ പറയുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, എവിടൊക്കെയാണ് മാറ്റങ്ങൾ വരേണ്ടത്, എവിടൊക്കെയാണ് UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പ്രശ്നങ്ങളുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഓക്കെ, അതിൽ 5 കീ ഇഷ്യൂസ് ഉണ്ട്. ഒരു 5 പ്രധാനപ്പെട്ട ഇഷ്യൂസാണ് ഈ ഒരു മുകളിൽ പറഞ്ഞ റീസ്ട്രക്ചറിങ്ങും ഡെമോക്രാറ്റൈസേഷനൊക്കെയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതിലൊന്നാമത്തത് കാറ്റഗറീസ് ഓഫ് മെമ്പർഷിപ്പാണ്. അതായത് മെമ്പർഷിപ്പിൻ്റെ ഒരു കാറ്റഗറി ഉണ്ട്. എങ്ങനെയാണ് UN സെക്യൂരിറ്റി കൗൺസിലിനകത്ത് മെമ്പർ ആവുക അല്ലെ. അതിനകത്ത് 2 മെമ്പർഷിപ്പ് ഉണ്ട്, ഒന്ന് പെർമനൻ്റ്, ഒന്ന് നോൺ പെർമനൻ്റ്. പെർമനൻ്റ് മെമ്പർ അന്ന് UNO ഫോം ചെയ്ത അന്ന് മുതലുള്ളതാണ് പെർമനൻ്റ് മെമ്പർമാർ.
എന്നാൽ നോൺ പെർമനൻറ്റ് മെമ്പർമാർ എന്ത് ചെയ്യുന്നുണ്ട്, മാറി മാറി വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ മാറി മാറി വന്നാലും അതിനൊരു ഒരു കാറ്റഗറി ഉണ്ട്, അവർക്കൊരു പരിമിതികളുണ്ട്. എല്ലാ രാജ്യങ്ങളും ഇതുവരെ 193 രാജ്യങ്ങളുണ്ട്. 1945 എന്താണ് യുനോ യുഎൻഒ അതിൻ്റെ യുഎൻഒ ഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എത്രയോ രാജ്യങ്ങൾ, പകുതിയിലേറെ രാജ്യങ്ങൾക്ക് എന്താണ് ഇപ്പോഴും UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ നോൺ പെർമനൻ്റ് മെമ്പർഷിപ്പിൽ എന്ത് ചെയ്തിട്ടില്ല, മെമ്പർ ആവാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നം. അപ്പോൾ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു മെമ്പർഷിപ്പ്, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരുടെയും കാര്യങ്ങൾ അംഗീകരിക്കപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന, കേൾക്കുന്ന, പരിഹരിക്കുന്ന ഒരു രൂപത്തിലേക്ക് അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്. ഓക്കെ. സെക്കൻഡ് പോയിന്റ്, ദി ക്വസ്റ്റ്യൻ ഓഫ് ദി വീറ്റോ പവർ ഹെൽഡ് ബൈ ദി P5+ മെമ്പേഴ്സ്. അതായത് വീറ്റോ പവർ എന്നുള്ള ഒരു പവർ ഉണ്ട് അല്ലേ. ഈ സെക്യൂരിറ്റി കൗൺസിൽ എടുക്കുന്ന തീരുമാനം, അല്ലെങ്കിൽ മൊത്തത്തിലെടുക്കുന്ന തീരുമാനം, യുഎൻഒ എടുക്കുന്ന തീരുമാനം, ഈ സെക്യൂരിറ്റി കൗൺസിൽ ഒരു രാജ്യം എന്താണ് വീറ്റോ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യില്ല, നടപ്പിലാവില്ല. അപ്പം അത്തരത്തിലുള്ള വളരെ അതിശക്തമായിട്ടുള്ള അൺഡെമോക്രാറ്റിക് ഒരു മോഡ് ഓഫ് സിസ്റ്റമാണ് എന്ത് ഈ വീറ്റോ പവർ എന്നുള്ള സംഭവം. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള അത് ഒരു വർഷങ്ങളായിട്ട് 5 രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു, അത് കൈവെക്കുന്നു. അപ്പോൾ അത് എന്താണ്, അൺഡെമോക്രാറ്റിക് ആണ്. അവർ മാത്രം എന്നും എന്ത് ചെയ്യാണ്, ഈ വീറ്റോ പവർ ഉപയോഗിക്കുന്നതല്ല, ശരിയല്ല. വീറ്റോ പവർ എന്ത് ചെയ്യണം, കുറച്ച് രാജ്യങ്ങൾക്ക്, പുതുതായി ഡെവലപ്ഡ് ആയി വന്നിട്ടുള്ള ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ, ഫ്രാൻസ്, പിന്നെ അങ്ങനത്തെ രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം, കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യമാണ്, അത് ഈ ഒരു വീറ്റോ പവർ ഹെൽഡ് ചെയ്യുന്നതിലുള്ള ഒരു സുതാര്യതയില്ലായ്മ, അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ഇല്ലായ്മ എന്താണ്, അത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് എന്ത് UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഡെമോക്രാറ്റൈസേഷൻ പ്രോസസ്സിനകത്ത്. ഓക്കെ. തേർഡ് വൺ റീജിയണൽ റെപ്രസെൻറ്റേഷൻ ആണ്. എന്താണ് റീജിയണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ, ഈ ലോകത്തിൽ നമുക്കിങ്ങനെ ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക, നോർത്ത് അമേരിക്ക, ലാറ്റിൻ അമേരിക്ക, മിഡിൽ ഈസ്റ്റ്, ഫാർ ഈസ്റ്റ് ഏഷ്യ, അങ്ങനെ 7 കോണ്ടിനെൻ്റ് ആയിട്ട് ലോകത്ത് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ എന്താണ്, പിന്നെ സൗത്ത് ഏഷ്യ, പിന്നെ ഇന്ത്യ തന്നെ എന്താണ്, സൗത്ത് ഏഷ്യ, വെസ്റ്റ് ഏഷ്യ, അല്ലേ, ഈസ്റ്റ് ഏഷ്യ, അങ്ങനെ ഓരോ റെപ്രസെൻറ്റേഷൻസ് ഉണ്ട് ഓരോ സ്ട്രക്ചറിനകത്ത്. അപ്പോൾ ഇതിനകത്തൊരു റീജിയണൽ റെപ്രസെൻറ്റേഷൻ ഇല്ല. അപ്പം അതിനകത്ത് റീജിയണൽ റെപ്രസെൻറ്റേഷൻ യൂണിയൻ സെക്യൂരിറ്റി കൗൺസിലിനകത്തേക്ക് റീജിയണൽ റെപ്രസെൻറ്റേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോഴേ ലോകം അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനകത്ത് എന്താണ്, വേൾഡ് എന്താണ് അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ റീജിയണൽ റെപ്രസെൻറ്റേഷൻ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, അതൊരു ബൃഹത്ത് വൽക്കരിക്കുക, അല്ലെങ്കിൽ ഒരു വലുതാക്കി മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക, എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കുന്ന ഒരു സംഭവമാക്കി എന്ത് ചെയ്യുക, UN സെക്യൂരിറ്റി കൗൺസിലിനെ ഒരു സ്ട്രക്ചറാക്കി UN സെക്യൂരിറ്റി കൗൺസിലിനെ മാറ്റുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ദി സൈസ് ഓഫ് സെക്യൂരിറ്റി കൗൺസിൽ ആൻഡ് ഇറ്റ്സ് വർക്കിംഗ് മെത്തേഡ്സ്. അതായത് അടുത്തൊരു ക്വസ്റ്റ്യൻ, എത്ര സൈസ് ആക്കണം, എത്ര ആളുകൾ ഇനി ഉൾപ്പെടും, കാരണം എങ്ങനെ ഇത് റെപ്രസെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏതിൻ്റെ അടിസ്ഥാനത്തിൽ റെപ്രസെൻറ്റ് ചെയ്യണം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ എങ്ങനെ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ കൂട്ടണം, അതിന് മെമ്പർഷിപ്പ് കൂട്ടണം, അതുപോലെ അതിൻ്റെ വർക്കിംഗ് മെത്തേഡ് അല്ലേ. പലപ്പോഴും അത് ഒരു കുറച്ച് ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമായി മാറിയിട്ടുണ്ട്. ഒരു വെർട്ടിക്കൽ എന്താണ് വർക്കിംഗ് മെത്തേഡാണ് അല്ലേ. അപ്പം അതെന്ത് ചെയ്യണം, ഒരു ഹൊറിസോണ്ടലാക്കണം, അല്ലെങ്കിൽ എല്ലാവരുടെയും എത്തുന്ന തരത്തിലുള്ള, എല്ലാവരുടെയും തീരുമാനങ്ങളിലൂടെ എന്താണ് നടപ്പിലാക്കുന്ന ഒരു സംവിധാനമാക്കി മാറ്റുക എന്നുള്ളതാണ് എന്ത് UN സെക്യൂരിറ്റി കൗൺസിൽ എന്ത് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം അങ്ങനെ ഒരു വർക്കിംഗ് സിസ്റ്റവും, അതേമാതിരി അതിൻ്റെ സൈസ് ഓഫ് കൗൺസിലൊക്കെ എന്താണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, ആ ക്വസ്റ്റ്യനൊക്കെ അപ്രോച്ച് ചെയ്ത് അതിനൊക്കെ പരിഹാരം കാണുമ്പോഴാണ് എന്ത് ഡെമോക്രാറ്റൈസേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആവുക. ഓക്കെ. നെക്സ്റ്റ്, ദി സെക്യൂരിറ്റി കൗൺസിൽ ജനറൽ അസംബ്ലി റിലേഷൻഷിപ്പ്. അതായത് ഇതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. കാരണം ജനറൽ അസംബ്ലി എന്ന് പറയുമ്പോൾ എല്ലാ മെമ്പർമാരും ഉൾക്കൊള്ളുന്ന എന്നോടെ ഒരു ബോഡിയാണ് എന്ത് ജനറൽ അസംബ്ലി. സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുമ്പോൾ 15 മെമ്പേഴ്സ് അല്ലേ, അവർ ഉൾക്കൊള്ളുന്ന ഒരു സ്ട്രക്ചറാണ് എന്ത് സെക്യൂരിറ്റി കൗൺസിൽ.
അപ്പോൾ സെക്യൂരിറ്റി കൗൺസിലാണ് എന്താണ് എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, റിലേഷൻഷിപ്പ്, ഇതൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം അല്ലേ. ശരിക്ക് ജനറൽ അസംബ്ലിയിലെ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, സെക്യൂരിറ്റി കൗൺസിൽ റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. അവരാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അപ്പം ജനറൽ അസംബ്ലിയുടെ മൊത്തത്തിലുള്ള താല്പര്യങ്ങളെ സംരക്ഷിക്കപ്പെടാൻ സെക്യൂരിറ്റി കൗൺസിൽ എന്ത് ചെയ്യണം, തയ്യാറാവണം. പലപ്പോഴും അങ്ങനെ തയ്യാറാവാറില്ല. അവർ തമ്മിൽ എന്താണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട്, ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്, ഡിബേറ്റ്സ് ഉണ്ടാവാറുണ്ട്. അപ്പം അവരുടെ ഒരു ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റി, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തൊരു സാഹചര്യമൊക്കെ പലപ്പോഴും എന്താണ് ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ മുന്നോട്ട് വെക്കുന്നത് വെച്ചാൽ ഈ സെക്യൂരിറ്റി കൗൺസിലും ജനറൽ അസംബ്ലിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യണം, ഒന്ന് നല്ല രൂപത്തിലേക്ക് മാറ്റിയിട്ട് അവരും ഇവരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നല്ല ബന്ധമാക്കി നല്ല തീരുമാനങ്ങൾ എടുക്കുക, ജനറൽ അസംബ്ലിയെ പരിഗണിക്കുക, ജനറൽ അസംബ്ലി തീരുമാനങ്ങൾ എന്ത് ചെയ്യുക, അംഗീകരിച്ച് മുന്നോട്ട് പോവുക. അത് നല്ലൊരു കോഓപ്പറേറ്റീവ് മെത്തേഡിൽ എന്ത് ചെയ്യുക, ഈ രണ്ട് സ്ട്രക്ചറും എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ഒരു ചെറിയ നോട്ടാണ്. അതായത് ദി വിന്നേഴ്സ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ ഷേപ്പ്ഡ് ദി യു എൻ ചാർട്ടർ ഇൻ ദ നാഷണൽ ഇൻട്രസ്റ്റ്. ഇത് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ യു എൻ ചാർട്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആർട്ടിക്കിൾസ് ആണ്, അതിൻ്റെ നിയമാവലികളാണ് അല്ലേ. ഇത് തയ്യാറാക്കിയത് ആരാണ്? സെക്കൻഡ് വേൾഡ് വാറിൽ വിജയിച്ച രാജ്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് തന്നെ വിജയിച്ച രാജ്യങ്ങളുടെ എന്താണ് ഇൻട്രസ്റ്റ് സംരക്ഷിക്കപ്പെടുക, പരാജയപ്പെട്ടവൻ്റെ താല്പര്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ വിജയിച്ചവൻ്റെ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് യു എൻ ചാർട്ടറിൽ നമ്മൾ കണ്ടത്. യു എൻ ചാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. യു എൻ ചാർട്ടർ എന്ന് പറഞ്ഞാൽ യു എൻ ഒയുടെ എന്താണ് ആർട്ടിക്കിൾസ് ആണ്, യു എൻ ഒയുടെ നിയമങ്ങളാണ് അല്ലേ. യു എൻ ഒ എങ്ങനെ പ്രവർത്തിക്കണം, അതിൻ്റെ പ്രവർത്തന നിയമാവലിയാണ് യു എൻ ചാർട്ടർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ചാർട്ടർ എഴുതി ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ രാജ്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു, അവരുടെ പ്രശ്നങ്ങൾ അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു, വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു നമ്മളൊരു നിയമാവലി എഴുതി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അത് അൺഡെമോക്രാറ്റിക് ആണെന്ന് നമുക്ക് വാദിച്ചെടുക്കാൻ പറ്റും അല്ലേ. പരീക്ഷയ്ക്ക് അൺഡെമോക്രാറ്റിക് അല്ല എന്ന് പറയുമ്പോൾ നമ്മളത് അല്ല എന്നുള്ളതാണ് വാദിച്ചെടുക്കേണ്ടത്, മനസ്സിലായില്ലേ. അപ്പം അതിന് വാദിച്ചെടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 5 കീ ഇഷ്യൂസ് അത് ഡെമോക്രാറ്റിക് അല്ല എന്നുള്ളതിൻ്റെ വാദഗതിയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ഡിബേറ്റിനെ കൊണ്ടുപോവേണ്ടത്. അതുപോലെ ഒരു പോയിന്റ് ഈ യു എൻ ചാർട്ടർ എഴുതി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അത് ഷെയ്പ്പ് ചെയ്ത് സെക്കൻഡ് വേൾഡ് വാറിൽ വിജയിച്ച രാജ്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് കോമ്പോസിഷൻ ഓഫ് സെക്യൂരിറ്റി കൗൺസിലാണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഹാസ് റിമൈൻഡ് ലാർജ്ലി സ്റ്റാറ്റിക് ആണ്. അപ്പോൾ ഇത് അന്ന് ഉണ്ടാക്കിയ അതിലെന്താണ് ആ ഒരു നിലയിൽ തന്നെ എപ്പോഴും ഒരു ഒഴുകാത്ത വെള്ളം പോലെ, ഇങ്ങനെ കെട്ടി നിൽക്കുന്ന വെള്ളം പോലെ നിൽക്കുകയാണെന്ത് ഈ ഒരു സെക്യൂരിറ്റി കൗൺസിലിലെ മെമ്പർ. എന്നാൽ യു എൻ ജനറൽ അസംബ്ലി മെമ്പർഷിപ്പ് ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ല. ഏറ്റവും വലിയ യു എൻ ഒയുടെ ഒരു ബോഡിയാണ് യു എൻ ജനറൽ അസംബ്ലി. 193 മെമ്പർമാർ അതിനകത്തുണ്ട്. പക്ഷെ ഇപ്പോൾ സെക്യൂരിറ്റി കൗൺസിൽ ഒരു ഒഴുകാത്ത വെള്ളം പോലെ അങ്ങനെ ഒരു ഒരു ഒഴുകാത്ത വെള്ളം പോലെ അങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അല്ലേ. അപ്പോൾ തന്നെ ഉണ്ടാവും അതിനൊരു അൺഡെമോക്രാറ്റിക് ഉള്ള ഒരു പ്രശ്നങ്ങളൊക്കെ. In 1965, membership of the Security Council was expanded from 11 to 15. There was no change in the number of permanent members. The size of the council has remained frozen. അതായത് നേരത്തെ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ്, അന്ന് റിട്ടേൺ ഫോമിലാക്കിയെന്നുള്ളൂ. 1965 എന്ത് ചെയ്തു, 11 മെമ്പർമാരായിരുന്നു സെക്യൂരിറ്റി കൗൺസിൽ ഉണ്ടായിരുന്നത്. അത് പിന്നെ 15 മെമ്പർമാരാക്കി മാറ്റി. പക്ഷേ ഇപ്പോഴും 1965 കഴിഞ്ഞിട്ട് ഇപ്പോഴും സെക്യൂരിറ്റി കൗൺസിലിനകത്ത് 15 മെമ്പർമാരാണുള്ളത്. അതിനകത്ത് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പെർമനന്റ് മെമ്പർമാർ ഇപ്പോഴും ആ 5 പേര് തന്നെയാണ്, നോ ചേഞ്ച്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു 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 പ്രശ്നം എന്തുണ്ട് ഈ ഒരു യു എൻ സെക്യൂരിറ്റി കൗൺസിലിനുണ്ട്. നിങ്ങളോട് യു എൻ കൗൺസിൽ ഒരു സെക്യൂരിറ്റി കൗൺസിൽ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ അല്ല എന്ന് പറയുന്ന ഒരു ചോദ്യമാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, ഈ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ചോദ്യത്തിൻ്റെ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഉത്തരത്തേക്കാൾ ഉപരി ചോദ്യമാണ്. ചോദ്യം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. നിങ്ങളോട് ചോദിക്കുകയാണ് യു എൻ ഒരു അൺഡെമോക്രാറ്റിക് അല്ല
സോറി അതായത് ഡെമോക്രാറ്റിക് അല്ല എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ല എന്ന് തന്നെയാണ് നിങ്ങൾ പറയേണ്ടത്. ആ അല്ല എന്ന് പറയുന്നതിന് നിങ്ങളോട് അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് പോയിന്റ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക, എഴുതുക കേട്ടോ. അപ്പം ഒരിക്കലും അതിനകത്ത് റീജിയണൽ റെപ്രസെൻറ്റേഷൻ ഇല്ല. ജനറൽ അസംബ്ലി സെക്യൂരിറ്റി കൗൺസിലിൻ്റെ റിലേഷൻഷിപ്പ് നല്ല രൂപത്തിലല്ല. പിന്നെ അതുപോലെ പെർമനൻറ്റ് മെമ്പർമാർ ഇപ്പോഴും അന്നുള്ള 5 പേര് തന്നെയാണ്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊരു ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ആണ് എന്തിൻ്റെ, യു എൻ ഒയുടെ ഒരു ക്രിട്ടിക്കൽ ആസ്പെക്റ്റ്, വിമർശനാത്മകമായിട്ടുള്ള ചോദ്യമാണ് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ഒരു ആൻസർ ഇത് തന്നെയാണ്. ക്രിട്ടിക്കലി എക്സ്പ്ലെയിൻ ദി യു എൻ സെക്യൂരിറ്റി കൗൺസിൽ അല്ലെങ്കിൽ ക്രിട്ടിക്കലി എക്സ്പ്ലെയിൻ ദി യു എൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട ഒരു സംഭവമാണ് ഇത് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ എന്തുകൊണ്ട് വിമർശനാത്മകമായി എന്നുള്ളതിനുള്ള കാരണങ്ങളാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ വെച്ച് എഴുതേണ്ടത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്സും ഈ പോയിന്റ്സൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, എഴുതുക. ഒരിക്കലും ഒരു ഡെമോക്രാറ്റിക് സ്ട്രക്ചർ അല്ല. കാരണം ഇപ്പോഴും അത് അത് ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, സെക്കൻഡ് വേൾഡ് വാറിൽ വിജയിച്ച രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണത്. മനസ്സിലായില്ലേ? വിജയിച്ച രാജ്യങ്ങളുടെ കൂട്ടായ്മ. അപ്പോൾ പരാജയപ്പെട്ട ആളുകളുടെ ജനറലി പരാജയപ്പെട്ട ആളുകളുടെ താല്പര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, സംരക്ഷിക്കേണ്ടത്. ഇവിടെ അതിനു വേണ്ടിയിട്ടാണ് ഒരു കൂട്ടായ്മ ഉണ്ടാവേണ്ടത്. അവർ മുഖ്യധാരയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ നേരെ മറിച്ചാണ്. വിജയിച്ച രാജ്യങ്ങളുടെ ഒരു ഓർഗനൈസേഷനായിട്ട് ആ വിജയിച്ച രാജ്യങ്ങളുടെ രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾ, നാഷണൽ ഇൻട്രസ്റ്റ് സംരക്ഷിക്കപ്പെടേണ്ട ഒരു സംവിധാനമായിട്ട് യു എൻ ഒ മാറിയത് കൊണ്ടാണ് ഇന്ന് എന്ത് ചെയ്യുന്നത്, യു എൻ ഒ ഒരു ഡെമോക്രാറ്റിക് സ്ട്രക്ചർ അല്ല, അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ അല്ല എന്നുള്ള വാദഗതികൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. പല രാജ്യങ്ങളും ഇപ്പോഴും യു എൻ ഒയിൽ റെപ്രസെൻറ്റേഷൻ ഇല്ല, റീജിയണൽ റെപ്രസെൻറ്റേഷൻ ഇല്ല, വേണ്ടത്ര രൂപത്തിൽ യു എൻ ഒ പ്രവർത്തിക്കുന്നില്ല. പലപ്പോഴും അതിനകത്ത് ഫണ്ട് കൊടുക്കുന്ന രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് യു എൻ ഒ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ യു എൻ ഒ അവരുടെ ഭീഷണിയിലാണ്, അമേരിക്കയുടെ ഒക്കെ ഭീഷണിയിലാണ് യു എൻ ഒ. അമേരിക്ക പലപ്പോഴും ഞങ്ങൾ ഫണ്ട് തരില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വിഷയം, ഇത് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഫണ്ട് വേണം. അപ്പോൾ ആ ഫണ്ട് കൊടുത്തില്ലെങ്കിൽ യു എൻ ഒ തകർന്നു പോകും. അപ്പോൾ ആ ഫണ്ട് കൊടുക്കുന്ന രാജ്യങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വീറ്റോ പവറുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു ഡിസ്കഷനാണ്. മേ ബി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം, വീറ്റോ പവറിനകത്ത് എങ്ങനെ മാറ്റം വരുത്താം, എങ്ങനെ റിഫോം ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് വീറ്റോ പവറിൻ്റെ ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻസ് പ്രപ്പോസൽസ് ഒക്കെ നിങ്ങളോട് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീറ്റോ പവറിനകത്ത് മാറ്റം വരുത്തേണ്ടത് സെക്യൂരിറ്റി കൗൺസിൽ അല്ലെങ്കിൽ യു എൻ ഒ തന്നെ ഒരു മോർ ഡെമോക്രാറ്റിക് സ്ട്രക്ചറാക്കി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനാക്കി മാറ്റണമെങ്കിൽ മസ്റ്റ് ബി റെഗുലേറ്റഡ് വീറ്റോ പവർ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഡിറൈവ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പം തീർത്തും ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ, അതായത് അന്നുള്ള പെർമനന്റ് മെമ്പർമാർ തന്നെ എപ്പോഴും തുടരുന്നത് കൊണ്ടും ഇനി ആ ഒരു തുടർച്ച അല്ലെങ്കിൽ അതായത് ഇതിനകത്ത് പെർമനന്റ് മെമ്പർമാർ 5 ബാക്കി 10 നോൺ പെർമനന്റ് മെമ്പർമാരുമാണ്. അപ്പം ഈ പറയുന്ന 15 മെമ്പർമാരിൽ അല്ലെങ്കിൽ 14 മെമ്പർമാരെടുത്ത തീരുമാനം ഒരു മെമ്പർ പെർമനന്റ് മെമ്പർക്ക് എന്ത് ചെയ്യാം, അത് വീറ്റോ ആയിട്ട് എന്ത് ചെയ്യാം, അത് ഒഴിവാക്കാം. അത് ആ ഒരു തീരുമാനത്തെ എന്ത് ചെയ്യാം, മറികടക്കാൻ പറ്റും. അത് തന്നെയാണ് ഇതിൻ്റെ അൺഡെമോക്രാറ്റിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനെ ആ ഒരു ഡെമോക്രാറ്റിക് യു എൻ എനെ ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനാക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, വീറ്റോ പവറിനെ എന്ത് ചെയ്യണം, റെഗുലേറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. പെർമനന്റ് മെമ്പേഴ്സ് മസ്റ്റ് ബി റെഗുലേറ്റഡ്. അതായത് ഈ ഒരു UN P5 മെമ്പർമാർ ഈ ഒരു വീറ്റോ പവർ എക്സസൈസ് ചെയ്യുന്നത് എന്ത് ചെയ്യണം, അത് റെഗുലേറ്റ് ചെയ്യണം. അതിന് പുതിയൊരു പുതിയ മാനങ്ങൾ, കൂടുതൽ ജനാധിപത്യ രൂപത്തിലുള്ള തീരുമാനത്തിലേക്ക് ഉതകുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം, അത് മാറ്റിയെടുക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. ഇനി തേർഡ് പോയിന്റ്, ലിമിറ്റിംഗ് ദി യൂസ് ഓഫ് ദി വീറ്റോ ടു വൈറ്റൽ നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂസ്. അല്ലെ, അതിപ്രധാനമായിട്ടുള്ള ദേശീയ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വീറ്റോ പവർ ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യണം, ലിമിറ്റ് ചെയ്യണം.
ഓക്കെ. ചില രാജ്യങ്ങളുടെ മുകളിൽ അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഒരു രാജ്യം ഒരു രാജ്യം വീറ്റോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നീട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഇറാഖിൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും മിഡിൽ ഈസ്റ്റിലെ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ പ്രശ്നങ്ങളിലൊക്കെ പലപ്പോഴും അത് കാണപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട രാഷ്ട്ര സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന രൂപത്തിലുള്ള തീരുമാനങ്ങൾക്കെതിരെ വീറ്റോ പവർ ഒരു സിംഗിൾ പവർ ഉപയോഗിക്കുന്നതെന്നാണ്, ഒരു സിംഗിൾ നേഷൻ ഉപയോഗിക്കുന്നത് അത് ലിമിറ്റ് ചെയ്യണം എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു വാദഗതി. ഓക്കെ. അതുപോലെ റിക്വയറിങ് എഗ്രിമെൻറ്റ് ഫ്രം മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ് ബിഫോർ എക്സസൈസിങ് ദ വീറ്റോ. അതായത് ഒരു വീറ്റോ പവർ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണം, മറ്റുള്ള അതിനകത്തുള്ള മെമ്പർമാരുടെയും വേണം, എഗ്രിമെൻ്റ് വേണം, അല്ലെങ്കിൽ അവരുടെയും സാങ്ഷൻ വേണം, അവരുടെ ഫേവർ വേണം. അല്ലെങ്കിൽ അവരോട് കൂടി ആലോചിച്ച് അങ്ങനെ ഒരു ജനാധിപത്യ രൂപത്തിൽ എന്ത് ചെയ്യുക, ഈ ഒരു വീറ്റോ പവർ എക്സസൈസ്, അതായത് വീറ്റോ പവർ ഉപയോഗിക്കാൻ പറ്റുക അല്ലെങ്കിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൊല്യൂഷന്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അബോളിഷിങ് ദി വീറ്റോ എൻറ്റയർലി. അതായത് ഈ വീറ്റോ എന്നുള്ളൊരു കോൺസെപ്റ്റ്, ഒരു സംവിധാനം കംപ്ലീറ്റ് ആയിട്ട് എടുത്തൊഴിവാക്കുക എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ, വീറ്റോയുമായിട്ട് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ വീറ്റോനെ നിങ്ങൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ വീറ്റോയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഈ വീറ്റോ പവർ എന്നുള്ള സംഭവം UN ഒരു അൺഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറ്റിയിട്ടുണ്ട്. അന്ന് അവർക്ക് 5 പേരുടെ തീരുമാനത്തിന് ലോകത്തിൻ്റെ കാര്യങ്ങൾ അവരുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും വീറ്റോ പവർ കൊണ്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വീറ്റോ പവറിനെ റെഗുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കുക, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ വീറ്റോ പവർ മറ്റുള്ള രാജ്യങ്ങളുമായി അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ, അവരുടെ അഭിപ്രായങ്ങൾക്ക് മാനിച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ വീറ്റോ പവറിന് മുകളിൽ നമ്മൾ പരീക്ഷയ്ക്ക് വെക്കേണ്ട ഒരു സജഷൻസ്. ഓക്കെ. നിങ്ങളോട് ചോദിക്കും, വീറ്റോ പവർ ഡെമോക്രാറ്റിക് ഒരു ഡെമോക്രാറ്റിക് സ്വഭാവം UN നൽകുന്നുണ്ടോ, അല്ലെങ്കിൽ നൽകുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയും. ആ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്താണ് വീറ്റോ പവർ. വീറ്റോ പവർ എങ്ങനെയാണ് UN ഒരു അസ്തിത്വത്തെ, UN ഒരു ഡെമോക്രാറ്റിക് സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനെ എങ്ങനെയാണ് അത് ബാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ പോയിന്റൊക്കെ വെച്ചിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ. അടുത്തൊരു ഭാഗം ഡിമാൻഡ്സ് ബൈ കൺട്രീസ് ആണ്. അതായത് ചില രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, UN സെക്യൂരിറ്റി കൗൺസിലിൽ മെമ്പർ ആവാനുള്ള ഡിമാൻഡ് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രാജ്യമാണ് ഇപ്പം ഇന്ത്യ കുറേ വർഷങ്ങൾ, 40ഓളം വർഷങ്ങൾ ഇന്ത്യ UN സെക്യൂരിറ്റി കൗൺസിലിൽ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. 1993 ഇന്ത്യ ഒരു പ്രപ്പോസൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിസ്കഷനിലൊക്കെ ഇന്ത്യ പങ്കെടുക്കുന്നത്. പക്ഷേ ലാസ്റ്റ് 5-8 വർഷമായിട്ട് ഇന്ത്യ അതിശക്തമായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ് UN സെക്യൂരിറ്റി കൗൺസിലിൽ പെർമനന്റ് മെമ്പർ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ. പ്രധാനപ്പെട്ട ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളാണ് ജപ്പാൻ, ജർമ്മനി. ഓക്കെ. ജപ്പാൻ ആൻഡ് ജർമ്മനി സെക്കൻഡ് ആൻഡ് തേർഡ് ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ. 25% യുടെ എക്കണോമിക് ആയിട്ടുള്ള കോൺട്രിബ്യൂഷനൊക്കെ നടത്തുന്നവരാണ് ഈ ജപ്പാനും ആൻഡ് ജർമ്മനിയും. അതുകൊണ്ട് അവർക്കൊരു പെർമനന്റ് സീറ്റ് കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം. ഓക്കെ. അപ്പം ചില രാജ്യങ്ങൾ നമ്മൾ ഇങ്ങനെ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുമല്ലോ, പല രാജ്യങ്ങളും അവരുടെ കോൺട്രിബ്യൂഷൻസ് അനുസരിച്ച് അവരുടെ സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക പുരോഗതിക്കനുസരിച്ച് അവർക്ക് സെക്യൂരിറ്റി കൗൺസിലിനകത്ത് പെർമനന്റ് മെമ്പർഷിപ്പ് കൊടുക്കണം എന്നുള്ള ഡിമാൻഡ് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട രാജ്യമാണ് ജപ്പാൻ, ജർമ്മനി, ബ്രസീൽ, ഇന്ത്യ, ആഫ്രിക്കയിലെ കുറച്ച് രാജ്യങ്ങളൊക്കെ. ഓക്കെ. അപ്പോൾ ബ്രസീലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് 5th ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ ഇൻ ദി ടേംസ് ഓഫ് ടെറിട്ടറി. അതായത് ലോകത്തെ 5ാമത്തെ വലിപ്പമുള്ള ഒരു രാജ്യമാണ് ബ്രസീൽ. അതുപോലെ ഇന്ത്യക്ക് സെക്കൻഡ് ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ ഇൻ ടേംസ് ഓഫ് പോപ്പുലേഷൻ ആണ്. മനസ്സിലായില്ലേ? അവർ ഈ ഒരു റീജിയണൽ പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളായതുകൊണ്ടും ഇന്ത്യ സൗത്ത് ഏഷ്യയിലെ ഒരു പവർഫുൾ രാജ്യമാണ് അല്ലേ. സൗത്ത് ഏഷ്യയിലെ ഇപ്പം സാർക്കിൽ ഇന്ത്യ മെമ്പറാണ് അല്ലേ. അങ്ങനത്തെ ഉള്ള ഇന്ത്യ ഒരു ലീഡിങ് നേഷനാണ്
സൗത്ത് ഏഷ്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്താണ് ഇന്ത്യ റിസർവ്ഡ് എന്താണ് ഇത്തരത്തിലുള്ള പെർമനന്റ് മെമ്പർഷിപ്പ് ഇന്ത്യക്ക്. അതിൽ ഒന്നാമത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ് ഇന്ത്യ. പിന്നെ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ്. പിന്നെ പല രാജ്യങ്ങളെയും സഹായിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അല്ലേ. അപ്പം ഈ അഫ്ഗാനിസ്ഥാനെ പോലത്തെ രാജ്യങ്ങളെ എന്താണ് ഒരുപാട് 2 ബില്യൺ അങ്ങനെയൊക്കെ ഒരുപാട് കാശ് എന്താണ് ഇന്ത്യ അവിടെ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ അപ്പം ഈ ചൈനയോടും പാകിസ്ഥാനോടുള്ള ചെറിയ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അത്തരത്തിലുള്ള ബോർഡർ ഇഷ്യൂസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാൽ ഇന്ത്യക്ക് അധികം വലിയ രാജ്യങ്ങളോടൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ത്യക്ക് പല പല അർത്ഥത്തിൽ എന്താണ്, അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പെർമനന്റ് മെമ്പർഷിപ്പിൽ ഇന്ത്യ എന്താണ്, ഇന്ത്യക്ക് അതിനുള്ള അർഹത ഉണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്. മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ പോലെ, ബ്രസീലിനെ പോലെ, ജർമ്മനിയെ പോലുള്ള രാജ്യങ്ങൾ അവരുടെ കോൺട്രിബ്യൂഷൻസിൻ്റെ, അവരുടെ നിലവിലെ രാഷ്ട്രീയ, ജോഗ്രഫിക്കൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അവരും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ എന്നുള്ള രൂപത്തിൽ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് അങ്ങനെ പ്രശ്നങ്ങളില്ലാത്ത രാജ്യങ്ങളായതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ അതിനുള്ള അർഹതയുണ്ട് എന്നുള്ളതാണ് എന്ത് പറയുന്നത്. ഓക്കെ.